ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം, മാറ്റങ്ങൾ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുവരെ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്, ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്ക് കാർഡൊന്ന് ഷഫിൾ ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. 4 of Pentacles, Ace of Pentacles, 5 of Pentacles, 3 of Pentacles, full Pentacles ആണ് വരുന്നത്, 4 of Swords, Knight of Wands, 2 Cup. ഈ കാർഡോട് നോക്കട്ടെ. ഇവിടെ നിങ്ങൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലും രോഗത്തിലും പെട്ട് വലയുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കാർഡോട് നമുക്കൊന്ന് കുറച്ചെടുക്കാം. ഇൻഡിപെൻഡൻസ്, മൈൻഡ് പവർ, ഹോം ബേസ്ഡ്, സോഷ്യൽ സ്റ്റാറ്റസ്, അതോറിറ്റി, പാർട്ട്ണർഷിപ്പ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഒരു ലവേഴ്സ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാർഡുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാർഡുകൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നല്ല റിച്ച് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. നല്ല രീതിയിൽ സാമ്പത്തികം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് സാമ്പത്തികം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് പോകുന്നുണ്ടാവും, അല്ലെ നല്ല രീതിയിൽ ജോലി ചെയ്ത് നിങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷകരമായി ഭാര്യയും ഭർത്താവുമായിട്ടുള്ള നിങ്ങളുടെ കുടുംബം, കുട്ടികളും മൊത്തമുള്ള കുടുംബം സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രോബ്ലംസ്, അതായത് പണനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുകളെല്ലാം നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ രോഗങ്ങളായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ രോഗങ്ങൾ, അതായത് ചെറിയ രോഗങ്ങളല്ല, വലിയ വലിയ രോഗങ്ങൾ വന്നിട്ട് അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ ഒരുപാട് പണം വേണമല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലൊക്കെ വലിയ രോഗങ്ങളൊക്കെ വന്നിട്ട് ചികിത്സിച്ച് നിങ്ങളുടെ സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു അവസ്ഥയിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ഒരവസ്ഥയിൽ, കടബാധ്യതയുടെ ഒരവസ്ഥയിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് രോഗമായിട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് സാമ്പത്തികം കൊണ്ടുവരാൻ ആളില്ലാത്തൊരവസ്ഥ, ചികിത്സിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ വന്നിരിക്കുന്ന രോഗം ചികിത്സിച്ച് ആ ഒരു വ്യക്തി തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങൾ ചികിത്സിച്ച് നിങ്ങളുടെ സാമ്പത്തികവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോകണം. അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഇപ്പം വളരെയധികം സാമ്പത്തിക പ്രോബ്ലത്തിലിരിക്കുന്നു. നിങ്ങളുടെ ഒരുപക്ഷെ സിറ്റുവേഷൻ ഇതായിരിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നുണ്ടാകും ചില വ്യക്തികൾ. മുന്നോട്ട് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആരെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ടേക്ക് നയിക്കാൻ വന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് രക്ഷപ്പെടാൻ പറ്റൂ. അത്രത്തോളം നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലും കഷ്ടതയിലും വേദനയിലും ആണെന്നുള്ളതാണ്.
എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ രോഗത്താൽ അതുപോലെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാവാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു രീതിയിലുള്ള വ്യക്തികളുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾ മുൻപ് നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എപ്പോ വേണേലും വരാം. നമ്മൾ നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് പല പ്രതിസന്ധികളും കടന്നു വരാം. നമ്മൾ വിചാരിക്കും ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും, സ്മൂത്തായിട്ട് പോകും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴും സ്മൂത്തായിട്ട് പോവില്ല. പ്രോബ്ലം ഇല്ലാത്ത ഒരു ലൈഫും ഇല്ല. ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്കുള്ള വ്യക്തികളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പൊ ആരുടെ ലൈഫിലും പ്രോബ്ലം ഇല്ലാത്തതില്ല, എല്ലാവരുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവും. ഇപ്പൊ എന്റെ ലൈഫിൽ ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല, മറ്റുള്ളവർക്ക് മാത്രമാണ് പ്രോബ്ലം, എനിക്കൊരിക്കലും പ്രോബ്ലം ഇല്ലെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആരൊക്കെയോ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. നിങ്ങളെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാരേജ് ലൈഫ് ആയിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളിൽ ആർക്കെങ്കിലും എന്തോ ഒരു അസുഖം പിടിപെട്ടു. ആ ഒരു അസുഖം നിങ്ങൾക്ക് വന്നതിന്റെ പേരിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ, അതായത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ പോകാൻ പോകുന്നു, പോകാൻ തയ്യാറെടുക്കുന്നു, നിങ്ങളെ രോഗിയായതിന്റെ പേരിൽ എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് റീഡിങ്ങുകളും വരാറുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പം ഒരു പക്ഷെ എന്തെങ്കിലും ഒരു രോഗം വരുന്നു. അപ്പൊ എന്താണ്, അവർ ആ ഒരു വ്യക്തിയെ ഡിവോഴ്സ് ചെയ്യുവാണ്. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഒരു രോഗം വന്നതിന്റെ പേരിൽ അതുവരെ സ്നേഹിച്ചതൊന്നും ഒന്നുമല്ലാത്തൊരവസ്ഥ, അത് സ്നേഹിച്ച് മാരേജ് ചെയ്ത വ്യക്തികൾ പോലും ഒരു ഹസ്ബൻഡ് രോഗി അല്ലെങ്കിൽ വൈഫ് രോഗി അതിന്റെ പേരിൽ ഉപേക്ഷിച്ച് പോകുന്നു. ആ ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ലൈഫ് സ്മൂത്തായിട്ട് പോകണം, എനിക്കിങ്ങനെ രോഗവുമായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്, നാളെ എനിക്കും രോഗം വരാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കില്ല. രോഗം ആർക്കും എപ്പോഴും വരാം അല്ലെ. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ രോഗിയായതിന്റെ പേരിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും? ഒരിക്കലുമില്ല. ഇതിന് നിങ്ങൾക്ക് തിരിച്ചടി നിങ്ങളുടെ ഫ്യൂച്ചറിൽ കിട്ടും 100%. നിങ്ങളുടെ ലൈഫ് ഒരിക്കലും സ്മൂത്തായിട്ട് പോവില്ല. കാരണം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ കൂടെ ജീവിതം പങ്കിടാൻ വന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് അസുഖമായതിന്റെ പേരിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യത്വം ആയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. നാളെ നിങ്ങൾക്ക് അതിനുള്ള അതിനുള്ള ലെസൺ കിട്ടും. ആ ഒരു കാര്യം നിങ്ങൾ ആ ചെയ്തതിന് പ്രതിഫലം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ള വ്യക്തികളോടും കൂടിയാണ് ഈ റീഡിങ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ചില വ്യക്തികളോട് പറയാനുള്ളത്, ഇത് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചിലവരുടെ. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആണെങ്കിൽ, നിങ്ങളിൽ ചിലർക്ക് ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മാറാൻ പോവുകയാണ് എന്നാണ് ഇവിടെ ചിലരോട് പറയും. നിങ്ങൾക്കൊരു 4 ഓഫ് പെന്റിക്കിൾസ് എനർജി, അതായത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികം വരുവാണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ചില മിറക്കിൾസ് വരുന്നു. നിങ്ങൾ വീട് ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്ക് വീട് ലഭിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നു, സ്വർണം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പടിപടിയായി വന്നു. നിങ്ങളൊരു റിച്ച് എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി നിങ്ങൾക്ക് റിച്ച് എനർജി, നിങ്ങളെ വളരെയധികം റിച്ച് ആവാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ചില വ്യക്തികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് തനിച്ച്, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ടേക്ക് പോകാൻ ചിലരോട് പറയുന്നുണ്ട്. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ചിലരോട് പറയണം ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ടേക്ക് പോവാനാണ് പറയുന്നത്. നിങ്ങൾ തനിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അതായത് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ലവ് ലൈഫ്, അതായത് നിങ്ങളെ പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിലാണ് ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് തനിച്ചാവേണ്ട അവസ്ഥകൾ വരും.
നിങ്ങൾ തനിച്ചാവേണ്ട അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിൽ വരും. പക്ഷെ ആ ഒരു തനിച്ചാവുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നല്ല ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നാണ് പറയുന്നത്. അതായത് മാരേജ് ലൈഫിൽ നാളെ എന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. ഏത് രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെടാം, നിങ്ങൾ തനിച്ചാവാം. നിങ്ങൾ അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ചില വ്യക്തികളോട്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്കൊക്കെ ഗവൺമെന്റ് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതോറിറ്റി കേട്ടോ, നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിക്കായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ആരെങ്കിലും അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ലഭിക്കും കേട്ടോ. നിങ്ങൾക്ക് നല്ല ഒരു പൊസിഷൻ, അതോറിറ്റി, നല്ലൊരു പൊസിഷനിൽ തന്നെ ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി ലഭിക്കും, അല്ലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു നല്ല പൊസിഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ബി സെൽഫ് കോൺഫിഡൻസ്, നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കാൻ നിങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്നുള്ളത് നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. സോഷ്യൽ സ്റ്റാറ്റസ്, നിങ്ങൾ ആരൊക്കെയോ സൊസൈറ്റിയിൽ വളരെയധികം അറിയപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സൊസൈറ്റിയിൽ വളരെയധികം ഫേമസ് ആവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്തി ആ ഒരു പാഷനിലൂടെ ആവാം നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന വ്യക്തികളാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനിലൂടെ നിങ്ങൾ തിളങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു സ്റ്റാർ ആവാൻ പോകുന്നു. അതായത് നിങ്ങൾ സമൂഹത്തിൽ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി തീരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്, അറിയപ്പെടുന്ന വ്യക്തികളായി തീരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചില വ്യക്തികളോട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, അതായത് മൈൻഡ് പവർ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചത്, അതായത് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറയുന്നു. അതായത് നിങ്ങൾക്ക് ഒരു മാജിക്കൽ പവർ ഉള്ള വ്യക്തികളാണ്. അതായത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ ആ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തുക, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ആ ഒരു പവറിനെ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പൊ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പവർ പ്രവർത്തിക്കാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ കഴിവ്, ആ ഒരു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും കഴിവും പവറും നിങ്ങളിലുണ്ട്. നിങ്ങളത് പ്രയോഗിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യൂ. ആ ഒരു എന്താ പറയാ, അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് കഴിയും, മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ വിഷമിച്ചിരിക്കേണ്ടതില്ല. ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് കഴിയും, അതാണ് പറയുന്നത്. അത് ചില വ്യക്തികളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങളൊക്കെ എത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ അത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള ശക്തിയും പവറും നിങ്ങളിലുണ്ട്. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കൂ എന്ന് ആരോടൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ചേരേണ്ട ഒരു ജോഡിയാണെന്ന് എനിക്കിവിടെ പറയുന്നുണ്ട്. 2 കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ 2 വ്യക്തികൾ തമ്മിൽ ചേരാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ചേരേണ്ട വ്യക്തി തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ചാകുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായി ചേരാൻ പോകുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ തമ്മിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സക്സസ് ആകുമോ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബിസിനസ് ചെയ്താൽ അത് സക്സസ് കിട്ടുമോ, അല്ലെങ്കിൽ അത് എന്തായി തീരും ഫ്യൂച്ചർ എന്ന് നിങ്ങൾ കൺഫ്യൂഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബിസിനസ് സക്സസിലേക്ക് എത്തും എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ബിസിനസ് വിജയമാണ്, ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിജയത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വിജയത്തിലേക്ക് എത്തും. നിങ്ങൾ 2-3 വ്യക്തികൾ ചേർന്ന് നടത്താൻ പോകുന്ന ബിസിനസ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് നിങ്ങൾ പരസ്പരം വിശ്വസിക്കണം. അതുപോലെ
നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ വരവ് ചെലവ് കണക്കുകളും നിങ്ങൾ ആ പാർട്ട്ണർമാരെല്ലാവരും ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങളത് വാച്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് പഠിച്ചിരിക്കണം എല്ലാ ദിവസവും. ഒരാളെ വിശ്വസിച്ച് നിങ്ങളെല്ലാം ആ ഒരു വ്യക്തിയിലേക്ക് ഏൽപ്പിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരാളെല്ലാം ചെയ്തോളും, അല്ലെങ്കിൽ ഒരാളിലേക്ക് എല്ലാ കാര്യം ഏൽപ്പിച്ചേക്കാന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അവിടെ പ്രോബ്ലം ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒത്തൊരുമയോട് കൂടി തന്നെ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് അവിടെ വിജയം ഉണ്ടാവും എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിക്ഷേപം വെക്കുന്നുണ്ടെങ്കിൽ വരവ് ചെലവുകളെല്ലാം നിങ്ങളും എല്ലാവരും പരസ്പരം അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ ആ ബിസിനസ് സക്സസിലേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങള് എന്തെങ്കിലും അസുഖത്തിൽ പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ആ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ആകുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ആകും, നിങ്ങൾ സുഖം പ്രാപിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മണി ബ്ലോക്കേജസ് മാറുമോ, എന്റെ ഈ പ്രശ്നങ്ങൾ, എന്റെ ഈ സാമ്പത്തിക പ്രോബ്ലംസ്, എന്റെ ഈ മണി ബ്ലോക്കേജസ് ഒക്കെ മാറുമോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര നാളെ തുടങ്ങിയിട്ട് ഇതിനൊരു അവസാനം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മണി പ്രോബ്ലംസ് മാറും, നിങ്ങളുടെ മണി ബ്ലോക്കേജസ് മാറും, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, എല്ലാ പ്രതിസന്ധികളും മാറും എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹമുള്ള വ്യക്തികളാണ്, എന്തൊക്കെയോ തെറ്റിദ്ധാരണകളോ എന്തൊക്കെയോ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ ആ ഒരു ദാമ്പത്തിക ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിനിടയ്ക്ക് എന്തൊക്കെയോ തേർഡ് പാർട്ടികൾ, ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയാവാം, നിങ്ങളുടെ ആരുടെങ്കിലും അമ്മയാവാം, അച്ഛനാവാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ നാത്തൂന്മാരാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാവാം, ഒരു തേർഡ് പാർട്ടി ആവാം. ഏത് സാഹചര്യങ്ങളായാലും നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹം, പാർട്ട്നേഴ്സ് തമ്മിലുണ്ട്, നിങ്ങൾ വളരെയധികം സ്നേഹത്തിലാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകും, സന്തോഷകരമായിട്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ മാരേജ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മാരേജിന് തടസ്സമായി നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൻഡ് സാഹചര്യങ്ങളായിട്ടുള്ള എല്ലാ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും വ്യക്തികളും ഒഴിഞ്ഞു പോകും, നിങ്ങൾ മാരേജിലേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചേരേണ്ട ജോഡികളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് ചേരുക തന്നെ ചെയ്യും, നിങ്ങൾ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല. നോ കോണ്ടാക്ട് ആയിട്ടാണ് നിങ്ങളിപ്പോ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് ടൈം, നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ദൈവം, യൂണിവേഴ്സ് ഒന്നിച്ച് ചേർക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ചേരേണ്ട വ്യക്തികളാണ്, നിങ്ങൾ ചേരേണ്ട ജോഡികളാണ്, നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണ്. ഇവിടെ എനിക്ക് പാർട്ട്ണർഷിപ്പ് തന്നെ 2 വന്നിരിക്കുന്ന 2 കപ്പ് ലവും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെയധികം ചേരേണ്ട വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അത് ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടിച്ചേരാനായിട്ട് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകും എന്നാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഒരു വ്യക്തി നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്, കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ്. അതായത് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി. നിങ്ങളെ അത്രയധികം സ്നേഹമാണ്, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് കിട്ടാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റിൽ എത്തും എന്നാണ് പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും. ആ ഒരു വ്യക്തി നോ കോണ്ടാക്ട് മാറ്റി കോണ്ടാക്റ്റിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആയാലും, ഇപ്പോഴത്തെ ഒരുപക്ഷെ സിറ്റുവേഷൻ ഇതാവാം, ഏതൊരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ സാമ്പത്തിക കാര്യത്തിനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കും, നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കും എന്നാണ് പറയുന്നത് കേട്ടോ.
നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പാഷൻ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ പാഷൻ നിങ്ങളുടെ സ്വന്തം കഴിവിന് കണ്ടെത്തി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചിരിക്കുകയാണ്. മുന്നോട്ടേക്ക് പോകാൻ എന്ത് ചെയ്യുന്ന അറിയില്ല, വിഷമിച്ചിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ചില കഴിവുകൾ ഉണ്ടാവും. ആ കഴിവിനെയൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. അതായത് നിങ്ങൾക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് വിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിലൊക്കെ കുക്കിംഗ് വീഡിയോസ് ഇടാം. അങ്ങനെ അതുപോലെ നിങ്ങൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. നമ്മൾ ഡെയിലി വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തയ്യല്, അതുപോലുള്ള കാര്യങ്ങൾ തയ്യല് ചെയ്യാം. ഇപ്പൊ തയ്യലിനാണെങ്കിൽ ഒരു ബ്ലൗസ് വയ്ക്കണമെങ്കിൽ എത്രയാണ് രൂപ? അപ്പൊ അങ്ങനെ തയ്യൽ അറിയാൻ വേണ്ടി പഠിക്കുക. എന്നിട്ട് അതോടൊപ്പം എന്താ പറയുക, കുറച്ച് തുണികളൊക്കെ, കുറച്ച് ചുരിദാർ, സാരി അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ഒരു ചെറിയ ഷോപ്പൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് പോയി ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് വലുതായിട്ട് വരും. അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വഴികൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ വഴികൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഫുഡ് നിങ്ങൾ ഒരു റെസ്റ്റോറന്റ്, ചെറിയ രീതിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുകയോ, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയോ, അല്ലെ പാഴ്സലുകൾ കൊടുക്കുകയോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോൾ വരുമെന്നും കൂടെ നമുക്ക് നോക്കാം. ടൈം കൂടെ നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോൾ വരുമെന്നും കൂടെ നോക്കാം. നിങ്ങൾക്കൊരു 4 മാസം എടുക്കും ചില കാര്യങ്ങൾ നടക്കാനായിട്ട്. ഇത് 5 മന്ത് കാണുന്നുണ്ട്. ചിലർക്ക് 5 മാസം എടുക്കും. 6 മന്ത്. ചിലർ 6 മാസത്തിനുള്ളിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ കാര്യം നടക്കാൻ പോണം. 6 മാസം. 3 മന്ത്, 3 മാസം കാണിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് 3 മാസം കാണിക്കുന്നുണ്ട്. ചിലർക്ക് 72 hours തിങ്സ് വിൽ ബി ഇൻ യുവർ ഫേവർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം 72 hours-നുള്ളിൽ, 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലെത്തും. ചില വ്യക്തികൾക്ക് 1 year എടുക്കും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം ലഭിക്കാൻ 1 year എടുക്കും. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.